വെൽക്കം ടു മൈ വ്ലോഗ്. ഒരു അടിപൊളി നോൺ വെജ് കേക്ക് ആണ് കേട്ടോ. ഇതിന് പല പേരുകളുണ്ട്. പിന്നെ ഇത് ഉമ്മ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ അടിപൊളി നോൺ വെജ് കേക്ക് ആണ് കേട്ടോ. ഞാൻ പരിചയപ്പെടുത്തി തരാം. ചിക്കൻ, എഗ്ഗ് നമ്മൾ ഇങ്ങനെ സർക്കിളായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കണേണ്. പുഴുങ്ങിയതാണ് കേട്ടോ എഗ്ഗ്. പിന്നെ സവാള, പിന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇല, പിന്നെ വേപ്പില, പിന്നെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, പിന്നെ മിൽക്ക്, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ മൈദപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ചില്ലി ഫ്ലേക്സ്, കുരുമുളക്, ജീരകം പൊടിച്ചതാണിത്, പിന്നെ മസാല പൗഡർ. നമുക്കങ്ങനെ ഉണ്ടാക്കാം. ഇതുപോലത്തെ ഒരു പാനും വേണം. ഒരു മിക്സിന്റെ ജാറിലേക്ക് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് മൈദപ്പൊടിയാണ് ഞങ്ങളിവിടെ എടുത്തേക്കുന്നത്. ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മിൽക്ക് ഒഴിക്കാം. 1/2 കപ്പ് മിൽക്കാണ് ഞങ്ങൾ ഇവിടെ എടുത്തേക്കുന്നത്. ഇനി ഞങ്ങൾക്ക് 1 എഗ്ഗ് ഇടാം കേട്ടോ. 2 എഗ്ഗ് ഇടണം. പൊടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത എഗ്ഗും കൂടി ഇടാം. നമുക്കൊന്ന് ഇനി മിക്സിന്റെ ജാറ് മൂടിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന്. നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ മൈദപ്പൊടി ഇട്ട പാത്രത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ മാറ്റുന്നത്. ഇവിടെ ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഇതിന് പെപ്പർ പൗഡറും ഇടാം. ചെറിയൊരു എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ഇടാം. ഒരു കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇടാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ ആയിട്ടുണ്ട്. ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടി മസാല റെഡിയാക്കാം. ഫസ്റ്റ് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചട്ടി ചൂടായ ശേഷം ഓയിൽ ഒഴിക്കാട്ടോ. ഒന്ന് ഓയിലൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് സവാള ഇടാം. നന്നായിട്ട് മിക്സ് ആക്കണം. ഇനി ഉപ്പിടാം. മൂടി വെച്ചാലേ പെട്ടെന്ന് വഴന്ന് വരുള്ളൂ. അപ്പൊ നമ്മൾ തുറന്നിട്ടൊന്നുകൂടെ ഒന്ന് നോക്കുന്നു. ഞാൻ അതിലേക്ക് തക്കാളി ഇടാം. പച്ചമുളകും ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഇനി ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം. ഇട്ടിട്ടുണ്ട്.
ഇനി പേപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ജീരകം പൊടിച്ചത് ഇടാം, ഇട്ട് കൊടുക്കാം. മസാല പൗഡർ ഇട്ട് കൊടുക്കാം, സ്വല്പം മതി. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു സ്വല്പം മസാല എടുത്ത് ഇതിൽ നിന്ന് മാറ്റാം. അതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഒരു സ്വല്പം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചെടുക്കാം. അപ്പൊ മസാല റെഡി ആയിട്ടുണ്ട്. മാറ്റി വെച്ച മസാലയിലേക്ക് നമ്മള് പുഴുങ്ങി വെച്ച എഗ് ഒന്നിട്ടത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. എഗ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാട്ടോ. മസാല റെഡി ആയ ശേഷം അതൊന്ന് മാറ്റി വെക്കാട്ടോ. ഒരു ചെറിയ പാൻ എടുത്തിട്ട് അതിലേക്ക് ഗീ നമ്മളൊന്ന് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആക്കിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ ഞങ്ങളിപ്പോ തുറന്നപ്പോ ഒന്ന് സൈഡൊക്കെ ഒന്ന് വിട്ട് എന്ന് വെച്ചാ ഒരു വെന്ത് വന്നിട്ടുണ്ട്. ഇനി എല്ലാം ഒന്ന് ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇപ്പൊ അതിലേക്ക് മേളിലേക്ക് നമ്മളിപ്പോ നമ്മുടെ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫില്ലിങ്സ് നമുക്ക് അതിലേക്ക് വെക്കാം. എല്ലാ നമ്മൾ അറ്റത്തിലൊന്നും വെക്കണ്ട, അറ്റത്തൊന്നും ആവരുത്, കറക്റ്റ് സെന്ററിൽ തന്നെ ഇങ്ങനെ എല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കി വെക്കാം. ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ്സ് പിന്നെ ക്ലോസ് ചെയ്ത് വെക്കണം. ഇപ്പൊ എല്ലായിടത്തും സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് മറ്റേ ചെറിയ പാൻ ആ വലിയ പാനിലേക്ക് വെക്കാം, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും. വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പൊ ഇനിയൊന്ന് സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്നിട്ട് അതിന്റെ സൈഡിൽ കൂടി നമുക്ക് ഇനി നേരത്തെ ബാലൻസ് ആയിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ കൂടെ ഒഴിച്ച് തുടങ്ങിയാലാണ് മാവ് ഒന്ന് സെറ്റ് ആവുള്ളൂ. അടിയത്തെ മാവും മേളിത്തെ മാവ് ഒന്ന് സെറ്റ് വരുള്ളൂ. അപ്പൊ നമ്മൾ ആ മേളിത്തെ ലെയർ ഫുള്ള് നമ്മളൊന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഡിസൈനായിട്ട് എഗ്ഗ് വെച്ച് കൊടുക്കാം. അതിൻ്റെ സെക്കൻഡ് നമ്മളൊരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ ഫില്ലിങ്ങിൻ്റെ എഗ്ഗ് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാം വെന്ത് വരുമ്പോൾ എല്ലാം സെറ്റ് ആവും കേട്ടോ. നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 5 മിനിറ്റ്. ആ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സൈഡും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഗീ എല്ലാം സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് തിരിച്ചിടാം. അപ്പൊ ഗീ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് ഒന്ന് ഇതാക്കി എടുക്കാം.
കണ്ടോ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ അടിയില് നന്നായിട്ട് സെറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടില് ഇപ്പൊ നമ്മളൊന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം ട്രൈ ചെയ്തോളാം, നല്ല ടേസ്റ്റ് ആണ്. കണ്ടോ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഫുള്ള്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ഇന്നത്തെ നോൺ വെജ് കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെൽ ഐക്കൺ അടിച്ചടിക്കണം.